ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഇന്ത്യയുടെ ബഹുസ്വരത തകർക്കുമെന്ന് എം എം മണി MLA. കായംകുളത്ത് നടന്ന CPM ഏരിയ സമ്മേളന സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ ബഹുസ്വരത തകർത്ത് ഹിന്ദുത്വ ഏകസ്വരത എന്ന അജണ്ട നടപ്പാക്കാനാണെന്ന് മുൻമന്ത്രി എം എം മണി പറഞ്ഞു. ഗാന്ധിജിയുടെ ഘാതകന്മാരുടെ പിന്മുറക്കാരുടെ കയ്യിൽ ഇന്ത്യയുടെ ഭരണം എത്തിച്ചതിൽ ഗാന്ധി ശിഷ്യന്മാരായ കോൺഗ്രസുകാരുടെ പങ്ക് വളരെ വലുതാണ്. ഇന്ത്യൻ ജനാധിപത്യം പ്രതിസന്ധിയിലാണ്. സാമ്രാജ്യത്വ താൽപ്പര്യമാണ് BJPക്കുള്ളത്. BJPയുടെ അതേ ആശയങ്ങളും നിലപാടുകളുമാണ് കോൺഗ്രസിനും. ഇന്ത്യയെ രക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ സാധിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം ഇന്ത്യ രാജ്യത്ത് എങ്ങനെ നടന്നു? കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും വിവിധ തലങ്ങളിലെ പാർട്ടി കമ്മിറ്റികളും മാർഗനിർദ്ദേശം നൽകിയാണ് പ്രവർത്തിച്ചത്. ആ പ്രവർത്തനത്തിന്റെ നേട്ടകോട്ടങ്ങൾ എന്ത്? ആ പ്രവർത്തനങ്ങൾ വീഴ്ചകൾ വന്നിട്ടുണ്ടോ? നേട്ടങ്ങൾ എന്ത്, കോട്ടങ്ങൾ എന്ത് എന്ന് വിമർശനപരമായും സ്വയം വിമർശനപരമായും പരിശോധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേകതരം പാർട്ടിയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ആ പാർട്ടിയിലെ പ്രവർത്തകൻ എന്ന നിലയിൽ അഭിമാനബോധത്തോടുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി അബിൻ ഷാ, ജില്ലാ സെക്രട്ടറി R. നാസർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KH. ബാബുജാൻ, A. മഹേന്ദ്രൻ, മുൻ ഏരിയ സെക്രട്ടറി P. അരവിന്ദാക്ഷൻ, ജില്ലാ കമ്മിറ്റി അംഗം N. ശിവദാസൻ, P. ഗാനകുമാർ, ഷേഖ് P. ഹാരിസ്, കോശി അലക്സ്, S. നസീം, S. സുനിൽകുമാർ, V. പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കായംകുളം GDM ഓഡിറ്റോറിയത്തിൽ നിന്നും ആരംഭിച്ച് MR രാജശേഖരൻ നഗറായ എൽമെക്സ് ഗ്രൗണ്ടിൽ സമാപിച്ച റെഡ് വാളിയന്റർ മാർച്ചും റാലിയും സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നടന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.